ഇജുവാണ് ടൂറിസം റൂളിലേക്ക് സ്വാഗതം. നമ്മൾ ആധാർ കാർഡ് പാനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്, പാൻ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്, ആധാർ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ആധാർ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ട്രെയിൻ യാത്രക്കാരാണ് എങ്കിൽ നിർബന്ധമായിട്ടും IRCTCയും നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുക. ഈ ജൂലൈ 15 മുതൽ തൽക്കാൽ ടിക്കറ്റ് എടുക്കുന്നുണ്ട് എങ്കിൽ നിർബന്ധമായിട്ട് ലിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് തൽക്കാൽ ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ യൂസർ നെയിം പാസ്വേഡും കൊടുത്തിട്ട് IRCTCയുടെ വെബിലോ അല്ലെങ്കിൽ മൊബൈൽ ആപ്പിലോ ലോഗിൻ ചെയ്തതിന് ശേഷം അക്കൗണ്ട് എന്ന സെഷനിൽ ചെന്നിട്ട് ഒതന്റിക്കേറ്റ് യൂസർ എന്ന ടാബിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആധാർ അല്ലെ പാന് കാണും. അത് ആധാർ ക്ലിക്ക് ചെയ്തിട്ട് ആധാർ നമ്പർ കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് ആധാറുമായിട്ട് നമ്മൾ മുമ്പ് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് OTP വരും. നോർമലി നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ആധാർ OTP എടുക്കുന്ന ആ നമ്പറിലേക്കാണ് OTP വരുന്നത്. ആ OTP നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിങ്കിങ് പൂർണ്ണമായി വളരെ സിമ്പിളാണ്. അങ്ങനെ നിങ്ങൾ ഒരു പ്രാവശ്യം ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒക്കെ തൽക്കാൽ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ അതിലേക്ക് OTP വന്ന് ആ OTP വീണ്ടും അതിലേക്ക് അത് IRCTCയുടെ വെബ്സൈറ്റിലേക്കോ ആപ്പിലേക്കോ കൊടുക്കാതെ നമുക്ക് ബുക്കിംഗ് കൺഫേം ആക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജൻസികളാണെങ്കിലും അല്ലെങ്കിൽ വേറെ സോഫ്റ്റ്വെയറുകളും ബോട്ടുകളും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ റിയൽ പേഴ്സൺ അല്ലാതെ ബുക്കിംഗ് കൺഫേം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം 140ഓളം സോഫ്റ്റ്വെയർ മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം IRCTC കണ്ടെത്തിയത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യപ്പെട്ട് ആധാറിൻ്റെ OTP ഓരോ പ്രാവശ്യം ബുക്ക് ചെയ്യുമ്പോഴും നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. സാധാരണക്കാരെ നമ്മളെ സംബന്ധിച്ച് വളരെ നല്ല ന്യൂസാണ്. കാരണം നമ്മൾ സാധാരണ തൽക്കാൽ ഓപ്പൺ ചെയ്തിട്ട് നിമിഷങ്ങൾക്കകം ആ തൽക്കാൽ കോട്ട മൊത്തം കഴിയുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇനിയും അങ്ങനെ ഉണ്ടാവില്ല. റിയൽ പേഴ്സണ് മാത്രമേ തൽക്കാൽ ബുക്കിംഗ് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അതുപോലെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് വെബിലൂടെ ആണെങ്കിലും മൊബൈൽ ആപ്പിലൂടെ ആണെങ്കിലും മാത്രമല്ല, ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കൗണ്ടറിൽ നിന്ന് എടുക്കുകയാണെങ്കിലും ഈ മൊബൈൽ നമ്പറിൽ OTP പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവിടുന്ന് കൺഫേം ആക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ മൊബൈൽ കയ്യിലെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഒരു മാസം 24 തൽക്കാൽ ടിക്കറ്റ് ആണ് ഒരു യൂസറിന് എടുക്കാൻ പറ്റുന്നത്. അതായത് ഒരു ആധാർ കാർഡ് ഉള്ള ആൾക്ക് 24 ടിക്കറ്റ് ആണ് എടുക്കാൻ പറ്റുന്നത്. 10 മണി മുതൽ AC തൽക്കാലും 11 മണി മുതൽ സ്ലീപ്പറുമാണ് ഓപ്പൺ ആവുന്നത്. അതായത് അടുത്ത ദിവസത്തേനുള്ളത് ഇന്ന് എടുക്കണം, തലേന്നാണ് തൽക്കാൽ ടിക്കറ്റ് എടുക്കണം. ഇതൊക്കെ ഒന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു PNRൽ മാക്സിമം 4 പേർക്ക് വരെ ടിക്കറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യാം. അതായത് 24x4 ഒരു മാസം നമുക്ക് ഇഷ്യൂ ചെയ്തെടുക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ട്രെയിൻ യൂസ് ചെയ്യുന്നവരാണ് എങ്കിൽ ഇപ്പോൾ തന്നെ അത് ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എടുക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ടിക്കറ്റ് കൺഫേം ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.